Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി കൊളീനിയാരിറ്റി. എന്താണ് മൾട്ടി കൊളീനിയാരിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഇക്കണോമെട്രിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണത്. ഇപ്പോൾ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. Try to watch it and share with your friends. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ആ ഒരു ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? മൾട്ടി കൊളീനിയാരിറ്റി എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ ആണ്. ഓക്കെ, എവിടെയാണ് ഉണ്ടാവുക ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ എന്ന് പറയുന്നത്? ഒരു എക്കണോമെട്രിക് മോഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു മോഡലിനകത്ത് ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണിത്. അവിടെ 2 or more independent variables are strongly correlated. അല്ലേ, രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയണം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സ്ട്രോങ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൾട്ടി കൊളീനിയാരിറ്റി. അപ്പോൾ സ്ട്രോങ്ലി കോറിലേറ്റഡ് ആണ്, അതാണ് ആ മൾട്ടി കൊളീനിയാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടി കൊളീനിയാരിറ്റി റെഫേഴ്സ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ വേർ 2 or more independent variables are strongly correlated. രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സ്ട്രോങ്ലി കോറിലേറ്റഡ് ആവുക, അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനെ നമുക്ക് മൾട്ടി കൊളീനിയാരിറ്റി എന്ന് പറയാം. ഇറ്റ് മാർക്സ് ദ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എക്സാക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രെഡിക്റ്റേഴ്സ്. അപ്പം എക്സാക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രെഡിക്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് അതിലൂടെ മനസ്സിലാവാൻ കഴിയുക, അല്ലെ? ഈ പ്രെഡിക്റ്റേഴ്സിൻ്റെ എക്സാക്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് മനസ്സിലാവുക. Then it generally occurs when there are high correlations between 2 or more predictor variables. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്ക് എങ്ങനെ പറയാം? പ്രെഡിക്റ്റർ വേരിയബിൾസ് എന്ന് പറയാം. അപ്പം 2 or more predictor variables തമ്മിലുള്ള ഹൈ കോറിലേഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ഒക്കർ ചെയ്യും? മൾട്ടി കൊളീനിയാരിറ്റി ഒക്കർ ചെയ്യും. ശരിയല്ലേ? അപ്പം മൾട്ടി കൊളീനിയാരിറ്റി ജനറലി ഒക്കേഴ്സ് വെൻ ദർ ആർ ഹൈ കോറിലേഷൻസ് ബിറ്റ്വീൻ 2 or more predictor variables. ശരിയല്ലേ? രണ്ടോ അതിൽ കൂടുതലോ പ്രെഡിക്റ്റർ വേരിയബിൾസ് തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ഒക്കർ ചെയ്യും? മൾട്ടി കൊളീനിയാരിറ്റി, അല്ലേ? സോ ഇൻ അതർ വേർഡ്സ് നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൺ പ്രെഡിക്റ്റർ വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ അതർ. ഒരു പ്രെഡിക്റ്റർ വേരിയബിളിനെ വേറൊരു പ്രെഡിക്റ്റർ വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ എന്താ പറയുക? യൂസ് ചെയ്യാം. നമുക്ക് ഒരു പ്രെഡിക്റ്റർ വേരിയബിളിനെ നമുക്ക് വേറൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ അതർ വേർഡ്സ് വൺ പ്രെഡിക്റ്റർ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ അതർ. ഒരു പ്രെഡിക്റ്റർ വേരിയബിൾ നമ്മൾ വേറൊരു വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. So this creates redundant information skewing and the results in a regression model. അപ്പോൾ ഒരു റിഡൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഒരു നമ്മൾ എന്താ പറയുക, മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടി കൊളീനിയാരിറ്റി ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ പറയാറുമുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് വെയർ സെവറൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻ എ മോഡൽ ആർ കോറിലേറ്റഡ്. അപ്പോൾ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാനും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ഡിഫറെൻറ്റ് സെൻറ്റൻസ് വൈസിലുള്ള ഒരു ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, multicollinearity is a statistical concept where several independent variables in a model are correlated. അല്ലേ? ഒരു നമ്മളിങ്ങനെ തന്നെയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു മോഡലിലെ സെവറൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ എങ്ങനെയാണ്? കോറിലേറ്റഡ് ആണ്. 2 variables are considered perfectly collinear if their correlation coefficient is plus or minus 1, അല്ലേ? 1.0 അല്ലെങ്കിൽ 1. അപ്പം നമ്മളിപ്പം പെർഫെക്റ്റ്ലി കൊളീനിയർ ആണ് അല്ലെങ്കിൽ അവിടെ മൾട്ടി കൊളീനിയാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയണത് എങ്ങനെയാണെന്നറിയോ? 2 or more വേരിയബിൾസ് ഇവിടെ എങ്ങനെയാവുകയാണ്? 2 വേരിയബിൾസ് നമ്മൾ പെർഫെക്റ്റ്ലി കൊളീനിയർ ആവുകയാണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 1.0, പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പെർഫെക്റ്റ്ലി കൊളീനിയർ ആണ്, അല്ലെങ്കിൽ അവിടെ മൾട്ടി കൊളീനിയാരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം 2 വേരിയബിൾസ്, 2 വേരിയബിൾസ്, അതിനെ നമുക്ക് പെർഫെക്റ്റ്ലി കൊളീനിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്?
പ്ലസ് ഓർ മൈനസ് 1 ആവണം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 ആവുമ്പോഴാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മ വെക്കണം. കാരണം മിക്ക MCQ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന കാര്യമാണ് കേട്ടോ. So multicollinearity among independent variables will result in less reliable statistical inferences. നമ്മൾ ഓൾറെഡി പറഞ്ഞു redundant ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ആ മോഡലിൽ നിന്നും കിട്ടുക. ഇങ്ങനെ ഒരു മൾട്ടികൊളീനിയാരിറ്റി ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെഡൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടുക പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലെസ് റിലയബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിലേക്കായിരിക്കും നമ്മൾ എത്തുക. കാരണം ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ ഇത്രയും എന്താ പറയുക ഒരു കോറിലേഷൻ ഉണ്ട് എങ്കിൽ, ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ അത്രയ്ക്കും കോറിലേഷൻ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ മോഡലിൽ നിന്നും ലെസ് റിലയബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിലേക്കായിരിക്കും നമ്മൾ എത്തുക. റിലയബിൾ അല്ലാത്തത് കുറച്ച് റിലയബിലിറ്റി കുറഞ്ഞത്, ശരിയല്ലേ? ഓക്കെ. Multicollinearity happens when independent variables in the regression model are highly correlated to each other. അപ്പോൾ ഇങ്ങനെയും പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഡെഫിനിഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മൾട്ടികൊളീനിയാരിറ്റി ഹാപ്പൻസ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻ ദ റിഗ്രഷൻ മോഡൽ, അല്ലെ, റിഗ്രഷൻ മോഡലിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് that are highly correlated to each other ആവുന്ന സമയത്ത് മൾട്ടികൊളീനിയാരിറ്റി ഹാപ്പൻ ചെയ്യുന്നു. It makes it hard to interpret of model and also creates an overfitting problem. അപ്പം ഇറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ആയിരിക്കും ഇന്റർപ്രറ്റ് ഓഫ് മോഡൽ. ആ മോഡലിനെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാൻ ഡീപ്പ് സ്റ്റഡി നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഓൾസോ ക്രിയേറ്റ്സ് ആൻ ഓവർ ഫിറ്റിംഗ് പ്രോബ്ലം. ഒരു ഓവർ ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ശരിയല്ലേ? സോ ഇറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ഇന്റർപ്രറ്റ് ഓഫ് മോഡൽ, then also creates an overfitting problem. So it is a common assumption that people test before selecting the variables into the regression model. ഒരു common assumption that people test before selecting the variables into the regression model. Regression model നമ്മൾ commonly ഇത് സെലക്ട് ചെയ്യാറുണ്ട്, മൾട്ടികൊളീനിയർ ആണോ അല്ലയോ എന്നുള്ളത്. അത് ആവശ്യമില്ല. ഓക്കെ. അപ്പം മൾട്ടികൊളീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? മൾട്ടികൊളീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ. 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സ്ട്രോങ്ലി കോറിലേറ്റഡ് ആവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈ കോറിലേഷൻസ് ബിറ്റ്വീൻ 2 or more പ്രെഡിക്റ്റർ വേരിയബിൾസ് എന്ന് പറയാം, ശരിയല്ലേ? ഓക്കെ. അതേപോലെ തന്നെ പിന്നെ പ്രെഡിക്റ്റർ വേരിയബിൾസ് നമുക്ക് ഒരു പ്രെഡിക്റ്റർ വേരിയബിൾ തന്നെ വേറൊരു വേരിയബിളിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് റിഡൻഡന്റ് ഇൻഫർമേഷനിലേക്കാണ് എത്തുക. Then it is a statistical concept where several independent variables in a model are correlated, അല്ലേ? അതാണ്. പിന്നെ ഇപ്പോൾ 2 വേരിയബിൾസ് പെർഫെക്റ്റ്ലി കൊളീനിയർ ആണെന്ന് നമുക്ക് എപ്പോഴാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക? കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. പിന്നെ മൾട്ടികൊളീനിയാരിറ്റി among independent variables will result in less reliable statistical inferences. കറക്റ്റ് അല്ലേ? ലെസ് റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. It happens when independent variables in the regression model are what is highly correlated to each other. ശരിയല്ലേ? ഓക്കെ. അതിൽ ഈ റിഗ്രസൻറ്റും റിഗ്രസറും ഒക്കെ ഉണ്ട്. റിഗ്രസർ പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് റിഗ്രസർ എന്നൊക്കെ പറയുക, അല്ലേ? ഓക്കെ. റിഗ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണോ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് റിഗ്രസൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. റിഗ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. എന്താണ് റിഗ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഏതിനെയാണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിന് നമുക്ക് റിഗ്രസൻറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മൾട്ടികൊളീനിയാരിറ്റി എന്ന ഒരു ടേമിന് ഒരു ഡെഫിനേഷൻ, അതെന്താണെന്ന് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. It is a problem that affects linear regression models, അല്ലേ? അത് ലീനിയർ റിഗ്രഷൻ മോഡൽസിനെ അഫക്റ്റ് ചെയ്യും. ഇതൊരു പ്രോബ്ലം ആണ് മൾട്ടികൊളീനിയാരിറ്റി. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനൊക്കെ. മൾട്ടികൊളീനിയാരിറ്റി ഒരു പ്രോബ്ലം ആണോ, അല്ലേ? അങ്ങനെ. അപ്പം എന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ മൾട്ടികൊളീനിയാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോബ്ലം ദാറ്റ് അഫക്ട്സ് ലീനിയർ റിഗ്രഷൻ മോഡൽസ് in which one or more of the regressors are highly correlated. ആരാണ് ഇവിടെ highly correlated ആയിരിക്കുന്നത്? റിഗ്രസേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ റിഗ്രസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്. അതിനെയല്ലേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നും പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ റിഗ്രസേഴ്സ് കോറിലേറ്റഡ് ആണ്. അപ്പോൾ അത് എന്തിനെ ബാധിക്കുന്നു? ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഒരു പ്രോബ്ലം ആയിരിക്കും, അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ.
അപ്പോൾ multicollinearity is a problem that affects linear regression models in which one or more of the regressors are highly correlated with linear combinations of the other regressors. ശരിയല്ലേ? Okay. ഇനി multicollinearity occurs when independent variables in a regression model are correlated. This correlation is a problem because independent variables should be independent. ഇതൊരു പ്രോബ്ലം ആവാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ ഇത്രയും കോറിലേറ്റഡ് ആണ് പറയുമ്പോൾ എന്താണ് ഈ മൾട്ടികൊളിനിയാരിറ്റി എങ്ങനെ ഒരു പ്രോബ്ലം ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് തന്നെ ആയിരിക്കണം. അത് അവർ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു കോറിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആക്ച്വലി മൾട്ടികൊളിനിയാരിറ്റി പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോബ്ലം ആണ്. എന്തുകൊണ്ട് അതൊരു പ്രോബ്ലം ആയി? മൾട്ടികൊളിനിയാരിറ്റി ഉണ്ടാവുന്നത് തന്നെ എപ്പോഴാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആവുന്ന സമയത്ത്. അങ്ങനെ അവർ കോറിലേറ്റഡ് ആണെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താണ്, അതൊരു പ്രോബ്ലമായി അറൈസ് ചെയ്യും. കാരണം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. ശരിയല്ലേ? ഓക്കെ. So if the degree of correlation between variables is high enough, it can cause problems when you fit the model and interpret the results. അപ്പോൾ ആ ഡിഗ്രി ഓഫ് കോറിലേഷൻ, നമുക്ക് കോറിലേഷൻ ചെറിയൊരു ഡിഗ്രി ആണെങ്കിൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു മോഡൽ ഫിറ്റ് ചെയ്യുന്നതിലും അതിനെ ഇൻ്റർപ്രറ്റ്, അതിനെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മൾട്ടികൊളിനിയാരിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുകയും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഇതേപോലെ വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് അ ലോട്ട്. ടേക്ക് കെയർ. ബൈ.